ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രിപ്പ് വ്ളോഗാട്ടോ. നമ്മൾ ഫാമിലി ആയിട്ടൊരു 1 വീക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സമ്മർ വെക്കേഷനൊക്കെ തുടങ്ങി, സ്കൂളൊക്കെ അടച്ചു. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ലീവല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു 9 ഡേയ്സ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിൽ ഉള്ള വിശേഷങ്ങളും നമ്മൾ പോയ സ്ഥലങ്ങളും അവിടുത്തെ ഡീറ്റെയിൽസും കാഴ്ചകളും ഒക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പം കുറച്ചായിട്ടായിരിക്കും വീഡിയോസ് വരിക, കാരണം എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ നമുക്ക് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയിട്ടുള്ള റൂട്ടൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ പച്ച ഫ്ലാഗ് കാണുന്ന മുഴുവൻ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. അപ്പം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒണ്ടാരിയോ, കാനഡ ആ സൈഡ് വരുന്ന ടോബർമറി എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ താമസിക്കുന്നത് US ഒഹായോയിലാണ്. അപ്പോൾ ഒഹായോയിൽ നിന്ന് നമുക്ക് കാനഡ പോകണമെങ്കിൽ ഫസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്യണം. അപ്പം ഡിട്രോയിറ്റിൽ മിഷിഗണിലുള്ള പോർട്ട് ഹ്യൂറോൺ എന്ന് പറയുന്ന ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു ടോബർമറി വില്ലേജ് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ ഫെറി എടുത്ത് പോയിട്ടുണ്ടായിരുന്നത് മാനിറ്റൂൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡാണ്. 2 hours ഫെറിയാണ് നമുക്ക് ടോബർമറിയിൽ നിന്ന് മാനിറ്റൂലിലേക്ക് പോകാൻ. എന്നിട്ട് അവിടുന്ന് പിന്നെ ബൈ റോഡാണ് നമ്മൾ കറങ്ങി ടൊറൻഡോ വന്നത്. അതായത് കുറേ പ്രൊവിൻഷ്യൽ പാർക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ട് അങ്ങനെ കറങ്ങി നമ്മൾ ടൊറൻഡോ വന്നു. ടൊറൻഡോ 1 day സ്റ്റേ ചെയ്തു. എന്നിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ നയാഗ്ര ഫോൾസ്, കാനഡ സൈഡ് നമ്മൾ വിസിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പം മെയിനായിട്ടും ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്, അട്രാക്ഷൻസ് കവർ ചെയ്യാൻ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഹൈക്സ് ആട്ടോ. അപ്പം ഓരോ പാർക്കുകളുടേതും ഹൈക്കിംഗ് വീഡിയോസ് ആയിരിക്കും നമ്മളെ ട്രിപ്പിൽ ഈ ഒരു വ്ളോഗുകളിൽ ഉണ്ടാവുക. അപ്പോൾ അവിടുത്തെ നല്ല നല്ല വ്യൂസും എങ്ങനെയാണ് ഹൈക്കിൻ്റെ ആ ഒരു എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ 9 days ട്രിപ്പായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം പാക്ക് ചെയ്തു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഫ്രൈഡേ ഈവനിങ് ആട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാനഡ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, US കാനഡ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു US സിറ്റിസണോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഹോൾഡറോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അവിടെ ആ ഒരു ഇമിഗ്രേഷനിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ഓൺ അറൈവൽ നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരും. അതല്ല പിന്നെ നമ്മൾ US വിസ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ കനേഡിയൻ വിസ എടുത്തിട്ട് വേണം കേട്ടോ പോകാൻ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ ആ ഒരു ബോർഡർ ക്രോസിങ്ങിൻ്റെ അവിടെ എത്തുമ്പോഴേക്ക് അവർ നമ്മളോട് ചോദിക്കും എത്ര ദിവസത്തെ ട്രിപ്പാണ്, എന്താണ് നമ്മളെ പർപ്പസ് ഓഫ് ദ ട്രിപ്പ് എന്നൊക്കെ ഉള്ളത്, എവിടെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. കിൻഗാർഡൻ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. കംഫർട്ട് ഹോട്ടൽ, നല്ല ഹോട്ടലായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹോട്ടലായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഹോട്ടൽസ് തന്നെയാണ് നമ്മളധികവും ചൂസ് ചെയ്യുക. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത സിറ്റിയുടെ പേര്, കിൻഗാർഡൻ, ഒണ്ടാരിയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കഴിയണതും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹോട്ടൽസ് എടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു സൈഡ് നമുക്ക് അധികം അറിയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് ഇറങ്ങിയാലും മതി. അപ്പോൾ ഇവിടെ മിക്കവാറും എല്ലാ ഹോട്ടൽസിലും ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊട്ടാറ്റോസ് ഉണ്ടാവും, പിന്നെ എഗ്ഗ് ഉണ്ടാവും, അതുപോലെ തന്നെ പിന്നെ നമ്മൾ സോസേജസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ യോഗേർട്ട്, ഫ്രൂട്ട്സ്, പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പാൻ കേക്ക്, വാഫിൾസ്, അതായിരിക്കും നമ്മൾ ഒരു ബേസിക് US എല്ലാ ഹോട്ടൽസിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. അതൊക്കെയായിരിക്കും. അങ്ങനെ നമ്മൾ ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ടോസ്റ്റ്, നമ്മൾ എന്താ പറയുക, ബേഗൽസ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ, കോഫി, അതൊക്കെ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ആ ഒരു നൈറ്റിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ ആ ഹോട്ടലെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ന് പോകണമെന്ന് പറയുന്നത് ലയൺസ് ഹെഡ് എന്ന് പറയുന്ന ഒരു ട്രെയിൽ, അതായത് ലയൺസ് ഹെഡ് പ്രൊവിൻഷ്യൽ പാർക്കിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഈ ഒരു ട്രെയിൽ എന്ന് പറയുന്നത് ബ്രൂസ് പെനിൻസുല നാഷണൽ പാർക്കിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ട്രെയിലാട്ടോ. ട്രെയിലിൻ്റെ ടെറൈനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ടാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ പറയുന്നത്. അത്യാവശ്യം നല്ല ഇൻക്ലൈനുള്ള, ഒരുപാട് റോക്കി ആയിട്ടുള്ള റോഡ്സൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ട്രെയിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം നമ്മൾ പോയിരുന്നത് ഒരു ഏർലി സമ്മറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് പാർക്കിംഗ് റിസർവ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ സമ്മറിലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം ക്രൗഡഡ് ആണ്. സമ്മറിൽ നല്ല ക്രൗഡഡ് ആയിരിക്കും. അപ്പം പാർക്കിംഗ് ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ ചിലപ്പം പാർക്കിംഗ് ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു പാർക്കിംഗ് ലോട്ട് ഇവിടെ നമുക്കിങ്ങനെ സ്കാൻ ചെയ്തോ ടാപ്പ് ചെയ്തിട്ടോ നമുക്ക് പാർക്കിംഗ് റിസർവ് ചെയ്യാൻ പറ്റും. പക്ഷേ സമ്മറിലൊക്കെ നിങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ ഈ പാർക്കിംഗ് ലോട്ട് ഫുള്ളായി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ദൂരെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ട്രെയിൽ നടക്കാമെന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ വർക്കാണ്. അപ്പം ട്രെയിൽ തന്നെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും
പാർക്കിംഗ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ട് പോകാൻ നോക്കുക. പിന്നെ അവിടെ റെസ്റ്റ് റൂംസും അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൽ. ഇതൊരു പാർട്ട് ഓഫ് ബ്രൂസ് ട്രെയിലിൻ്റെ ഒരു പാർട്ടാണ് ഈ ഒരു ലയൺസ് ഹെഡ് ട്രെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 സൈഡിൽ നിന്ന് ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മക്കേഡി ട്രെയിൽ ഹെഡിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഈ ഒരു ലയൺസ് ഹെഡ് ലുക്ക് ഔട്ടിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത്. മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു 8 കിലോമീറ്റേഴ്സ് നമുക്ക് നടക്കണം. ഈ ഒരു സൈഡ് എന്ന് വെച്ചാൽ ഒരു 4 കിലോമീറ്റേഴ്സ് പ്ലസ് നടന്നു കഴിയുമ്പോഴേക്ക് നമുക്ക് ആ ഒരു ലുക്ക് ഔട്ടിലേക്ക് എത്തും. പിന്നെ അവിടെ നിന്ന് ഒന്നെങ്കിലും നമുക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ ആ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അവർ റാറ്റിൽ സ്നേക്സ് ഒക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ നമ്മളൊന്നിനെയും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെന്താ പറയാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ട്രെയിൽ നടന്നപ്പോൾ തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പോയതിൻ്റെ തലേന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാത്ത് മുഴുവൻ ചെളിയായിരുന്നു. ചെളിയെന്ന് വെച്ചാൽ നല്ല സ്ലിപ്പറി ആയിട്ടുള്ള ചെളിയായിരുന്നു. നമ്മൾ അറിയാണ്ടൊന്ന് ചവിട്ടി പോയിട്ടുണ്ടെങ്കിൽ തെന്നി അങ്ങ് പോയിക്കോളും. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്തായിരുന്നു അത്. പിന്നെന്താണ് നമ്മൾ ട്രെയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളിടുന്ന ഷൂസ്, ചപ്പലിട്ടിട്ട് ട്രെയിൽ പോവുകയും ചെയ്യരുത്. ഷൂസും അത്യാവശ്യം പറ്റുകയാണെങ്കിൽ ഹൈക്കിംഗ് ഷൂസ് തന്നെ ഇടുക. അതല്ലെങ്കിൽ റണ്ണിങ് ഷൂസൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഗ്രിപ്പുള്ള ഷൂസ് ഇടുക. പിന്നെ ഒരു ഹൈക്കിംഗ് സ്റ്റിക്ക് കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ്, കാരണം അത്യാവശ്യം ഘട്ടങ്ങളിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സൈഡ് ട്രെയിൽ എന്ന് പറയുന്നത് ബ്രൂസ് പെനിൻസുല എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ട്രെയിൽ. അതിനെപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത് ഉണ്ടാവും. അപ്പോൾ ഓൾട്ടർനേറ്റീവ് പാത്ത് ചിലപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും പോകാൻ വേണ്ടിയിട്ട്, പക്ഷേ കുറേ വ്യൂ നമുക്ക് നഷ്ടപ്പെടും, കാരണം അത് കുറച്ച് ഡിസ്റ്റൻസിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ അതാണ് സൈഡ് ട്രെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ട്രെയിൽ എടുത്തിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലയൺസ് ലുക്ക് ഔട്ട് ട്രെയിൽ 1950s റെയിൽ ലോവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഇങ്ങനെ ഒരു ട്രെയിൽ സാധ്യത ഈ ഒരു ബ്രൂസ് ആ ഒരു പെനിൻസുല ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒരു ബ്രൂസ് ട്രെയിൽ കൺസർവൻസി ഫോം ചെയ്ത് 1963. പിന്നെ അവരാണ് ഇതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു ട്രെയിലിൻ്റെ മെയിൻ വ്യൂ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ജോർജിയൻ ബേയും ലേക്ക് ഹ്യൂറോണും ആയിട്ടുള്ള ആ ഒരു ടർക്കോയിസ് വാട്ടറും അവിടുത്തെ വ്യൂ ഒക്കെ തന്നെയാണ് ട്രെയിലിലെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മൾ അടുത്ത ഡീവിയേഷൻ പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. ലയൺസ് ഹെഡ് ലുക്ക് ഔട്ട്. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ട്രെയിൽ. എത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഇവിടെ പ്ലെയിനായി കേട്ടോ. ഇനിയിപ്പോൾ നടക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്കിങ്ങനെ ചുറ്റും കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ പറ്റും. മറ്റേത് താഴോട്ട് നോക്കി മാത്രമേ നടക്കാൻ പറ്റുള്ളായിരുന്നു. എന്തായാലും എൻ്റെ പോയിന്റിലെത്തുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഈ ഒരു ലയൺസ് ഹെഡ് ലുക്ക് ഔട്ട് ട്രെയിൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 18 കിലോമീറ്റേഴ്സ് ആട്ടോ അതിൻ്റെ ഫുള്ള് ലൂപ്പ് ലെങ്ത്ത് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു മക്കേഡി ട്രെയിൽ ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 4 കിലോമീറ്റേഴ്സിനുള്ളിൽ നമുക്ക് ആ ലുക്ക് ഔട്ട്സ് ഒക്കെ കണ്ടിട്ട് ഐദർ നമുക്ക് തിരിച്ച് അതേ വഴി തിരിച്ച് വരാം, അതല്ലാന്നുണ്ടെങ്കിലും ബാക്കി ദൂരം നടന്ന് ലൂപ്പ് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ലൂപ്പ് എടുക്കാനാണ് വിചാരിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ലയൺസ് ഹെഡ് പോത്തോൾ. നമ്മൾ അതിൽ കണ്ടിരുന്നില്ലേ അവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോത്തോളാണ്. ഇതൊരു കേവ് ഫോമേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തിരുന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പോയ സമയത്ത് മഴയൊക്കെ പെയ്തിട്ട് ഫുള്ള് ചെളിയായിരുന്നുകൊണ്ട് അകത്ത് കയറാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ട്രെയിലിൻ്റെ ഫസ്റ്റ് ലുക്ക് ഔട്ട് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രെയിലിൻ്റെ ഇപ്പോൾ ലയൺസ് ഹെഡ് ലുക്ക് ഔട്ട് ട്രെയിൽ എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വ്യൂ പോയിൻ്റ് ആവില്ലല്ലോ, കുറേ ലുക്ക് ഔട്ട്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ മെയിൻ ലുക്ക് ഔട്ടിലെത്തുക. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന ലുക്ക് ഔട്ട് പോയിന്റ്, അതായത് ഫസ്റ്റ് വരുന്ന വാട്ടർ വ്യൂ. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ക്യാമറയിൽ അതിൻ്റെ ഒരു പകുതി പോലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല, നേരിട്ട് പോയി കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഓരോ ലുക്ക് ഔട്ടും നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് അടുത്തയിലേക്ക് പോകും. അപ്പോൾ ഒരു 100-200 മീറ്റേഴ്സൊക്കെ വീണ്ടും നടന്നിട്ടൊക്കെ ആയിരിക്കും അടുത്തയിലേക്ക് പോയി. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലുക്ക് ഔട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നടക്കുകയാണ് സെക്കൻഡ് ലുക്ക് ഔട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 3-4 ലുക്ക് ഔട്ട്സ് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ നമ്മൾ മെയിൻ ലയൺസ് ഹെഡ് ലുക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റോക്ക് ഫോർമേഷനിൽ നമുക്ക് ശരിക്കും ഒരു സിംഹത്തിൻ്റെ തല പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളമാണ്. പച്ച കളറിൽ നല്ല രസമുള്ള വെള്ളമാട്ടോ, നീലയും പച്ചയും കൂടി മിക്സ് ആയിട്ടുള്ള വെള്ളമാണ്. പിന്നെ എന്താ പറയുക, മൊത്തത്തിൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ശരിക്കും ഇതൊരു ക്ലിഫ് സൈഡ് ആട്ടോ, നല്ല ഡെപ്താണ്. നമ്മളിങ്ങനെ കാണുന്ന പോലെ അല്ല, താഴേക്ക് നോക്കുമ്പോൾ നല്ല താഴെയാണ് വെള്ളം ഉള്ളത്.
അപ്പം ഇതാണ് നമ്മളൊരു എനിക്കൊന്ന് 3-ാമത്തെ 4-ാമത്തെ എന്തോ ലുക്കൗട്ടായിരുന്നു. ഇതപ്പോൾ മുഴുവൻ ഈ റോക്ക് ഫോർമേഷൻസ് ആണ്. ഒരു 10,000 ഇയേഴ്സൊക്കെ എടുത്തിട്ടാണ് ഇതിങ്ങനെ ഫോം ആണെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും അടിപൊളി വ്യൂ ആണ്, നല്ല ട്രെയിലും ആണ്. എന്താ പറയുക, കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പം വെതറൊക്കെ നോക്കിയിട്ട് പോവുക, എന്നാലേ നമുക്ക് ആ ട്രെയിൽ എൻജോയ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ വേറൊരു ലുക്കൗട്ടാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രെയിൽ പോകുമ്പോൾ അധികം ഹ്യൂമൻ ട്രാഫിക് ഇല്ലാത്തതായിരിക്കും നമുക്ക് ആ ഒരു ട്രെയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഏർലി സമ്മർ ആയിരുന്നപ്പോൾ അധികം അങ്ങനെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളൊരു ഇഷ്ടത്തിന് ഒരുപാട് ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മുടെ സ്പീഡും അതൊക്കെ നമ്മളതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ ആ ഒരു സീസൺ ടൈം ആവുന്നതിന് മുന്നേ പോകുന്നതായിരിക്കും എപ്പോഴും റെക്കമെൻഡഡ്. അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള ലയൺ സെറ്റ് ലുക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടാവല്ലോ, ഒരുപാട് ആൾക്കാർ പിക്ചേഴ്സ് എടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെയിലൊക്കെ കഴിഞ്ഞാൽ തിരിച്ചു പോവാണ്. വന്ന വഴി തന്നെ തിരിച്ചു പോവാട്ടോ. ലൂപ്പ് എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ ഒരു 8 കിലോമീറ്റേഴ്സും നമ്മൾ നടക്കണം. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞ പോലെ ടയർഡായി, ഇടാൻ വേണം, ഇനി നടക്കണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ വന്ന വഴി തന്നെ തിരിച്ചു പോവാണ്. നല്ല ട്രെയിലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പും തുടങ്ങി. പക്ഷേ ഇങ്ങനെ ഈ റോക്സൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കണം, നമുക്ക് നടന്നെത്താൻ പറ്റുന്നില്ല പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. പക്ഷേ നല്ല ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു വ്യൂവിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ എത്തിയിട്ട് ക്യാബിനിലേക്ക് പോകണം. നമ്മളിതുവരെ ക്യാബിനിൽ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. അപ്പം ഫുഡ് കഴിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കാനഡ സൈഡിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ട്രെയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ വരാം കേട്ടോ. രാവിലെ വന്നാൽ നിങ്ങൾക്ക് ആ ലൂപ്പ് എടുക്കാനുള്ളൊരു സമയമൊക്കെ കിട്ടും. കുറച്ച് ഫുഡും വെള്ളവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ എന്തായാലും ബാക്കിയും കൂടി നടക്കട്ടെ കേട്ടോ. നമ്മളിത് ഈ ലയൺ ഹെഡ് ലുക്കൗട്ട് എന്ന് പറഞ്ഞില്ല, ഇവിടം വരെ പോയി കേട്ടോ. അപ്പോൾ ഈ വഴിയാണ് നമ്മളിങ്ങനെ വന്നത്. ഇത് തന്നെ ഒരു 2.5-3 hours എടുത്തു കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ. ഇതിൻ്റെ ലൂപ്പ് എന്ന് പറയുന്നത് കണ്ടോ, ഫുൾ വേ ആണ്. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് അപ്പം നമ്മൾ തിരിച്ച് ഇവിടം വരെ പോയിട്ട് ഇവിടുന്ന് തിരിച്ചതായി ഇവിടം വരെ എത്തി. അപ്പോൾ ഇനി തിരിച്ച് പോട്ടെ കേട്ടോ. പക്ഷേ ഈ സാധനം മിസ്സായി. അത് നമ്മൾ കുറച്ചും കൂടി മുമ്പിലോട്ട് പോകണമായിരുന്നു, എന്നാലേ കാണാൻ പറ്റൂലായിരുന്നു. അപ്പോൾ അത് മിസ്സായി. ദിസ് വി സി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളിനി എന്തായാലും ക്യാബിനിലൊക്കെ പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ. അപ്പോൾ ഇനി അടുത്ത നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ താമസിച്ച ക്യാബിനും അവിടുത്തെ വിശേഷങ്ങളും ബാക്കിയുള്ള ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ്. എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നമ്മളെ പിക്ചേഴ്സ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ എല്ലാവരും ടേക്ക് കെയർ. ടാറ്റ, ബൈ.